ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് മത്തി മുളകിട്ടൊരു കറി റെസിപ്പി ആയാലോ? അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ചട്ടി ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 കുടംപുളി വെള്ളത്തിൽ കുതിരാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മീൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തർക്കും കറി എത്ര വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ഒരു തവി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കറിയിലേക്ക് ഇതൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. എൻ്റെ കറി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ബൈ.